ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ കഥകൾ പറയുവാൻ പ്രചോദനം തരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് കഥയിലേക്ക് കടക്കാം. എൻ്റെ പേര് സരിത. ഞാനൊരു ഫാൻസി ഷോപ്പിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 45 വയസ്സുണ്ട്. എൻ്റെ പേര് പോലെ തന്നെ എന്നെ കാണാനും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഒരു 18 കഴിഞ്ഞ പാൽക്കാരൻ പയ്യൻ എന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ച ഒരു അടിപൊളി കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവരെ പാൽക്കാരൻ പയ്യൻ എന്ന് വിളിച്ചത് വെറുതെ ഒന്നല്ല കേട്ടോ. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഞാൻ അത്യാവശ്യം നല്ല വെളുത്തിട്ടാണ്. നല്ല കറുത്ത ചുരുണ്ട മുടിയാണ് എനിക്ക്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും പിന്നെ ഒരു 10ൽ പഠിക്കുന്ന ഒരു മോളുമുണ്ട്. അവളെ കാണാനും എന്നെ പോലെ തന്നെയാണ്. ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. ഞാൻ എന്തും കാലത്ത് രാവിലെ എണീറ്റ് ജോലിക്ക് പോകും. തിരിച്ച് വീട്ടിലെത്തി വീട്ടു ജോലി ചെയ്യും, കിടന്നുറങ്ങും. ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. ഒരു തരത്തിലുള്ള സുഖങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടുമില്ല. എൻ്റെ വീടിനടുത്തുള്ള ജോസഫ് ചേട്ടൻ്റെ കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പുള്ളിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ചില സമയങ്ങളിലൊക്കെ ജോലിക്കിടയിൽ പുള്ളിക്കാരൻ എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കും. അതുമാത്രമൊന്നുമല്ല, ചില സമയങ്ങളിൽ കടയിൽ നല്ല തിരക്കായിരിക്കും. ആ സമയങ്ങളിലൊക്കെ പുള്ളിക്കാരൻ അറിയാത്ത പോലെ എൻ്റെ ബാഗിലൊക്കെ ചെറുതായി പിടിക്കുകയും തടവുകയും നുള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ പരസ്യമായി ചെയ്യുന്നതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പുള്ളിക്കാരന് അത്ര താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊരു കളി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാനൊരു കളി കൊടുത്തേനെ. കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പുതിയൊരാളെ ജോലിക്ക് വെക്കാനായി തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ കഥാനായകൻ എത്തുന്നത്. അവൻ അത്യാവശ്യം നല്ല വികൃതിയല്ലേ, ഒരു കുരുത്തം കെട്ടവൻ. ജോലിയുടെ കാര്യത്തിലൊക്കെ അവൻ നല്ല സ്മാർട്ടാണ്. ജോസഫ് ചേട്ടനി അവന് വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല കമ്പനിയായിരുന്നു. അവനിടക്കൊക്കെ എന്നെ ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട്. ഒരു ദിവസം പതിവ് പോലെ ഞാൻ രാവിലെ ഷോപ്പിലെത്തി. അന്ന് എൻ്റെ പിറന്നാളായിരുന്നു. ഞങ്ങളുടെ ബാഗൊക്കെ വെക്കുന്ന ഒരു റൂമുണ്ടായിരുന്നു ഞങ്ങളുടെ ഷോപ്പിൽ. ഞാനവിടെ ബാഗൊക്കെ വെച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. മകളായിരുന്നു. ഞാനങ്ങനെ കോൾ എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുതിയ പയ്യൻ റൂമിലേക്ക് കയറി വന്നു. എന്നെ പൊക്കിയെടുത്തു. ഹാപ്പി ബർത്ത്ഡേ സരിതേച്ചി എന്നും പറഞ്ഞ് അവൻ എന്നെ വട്ടം കറക്കി. അവൻ്റെ കൈകൾ എൻ്റെ പിന്നാമ്പുറത്ത് നന്നായി ഞെരിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നെ താഴെ ഇറക്കി. എന്നിട്ട് എൻ്റെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു. എന്നിട്ടാണ് അവൻ പോയത്. ഞാൻ എന്താ ചെയ്യണ്ടേന്നറിയാതെ അന്തം വിട്ട് നിന്നുപോയി. ആരോടെങ്കിലും പറയാന്ന് വെച്ചാൽ അവൻ ചെറിയ പയ്യനല്ലേ, എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ പറയൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ആരോടും പറയാനും പോയില്ല. ആദ്യമൊക്കെ അവനോട് എനിക്ക് നല്ല ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ഈ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു കുളിര് കയറുന്ന ഒരു ഫീല് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവനൊരു ലൈസൻസ് കിട്ടിയ പോലെ ആയിരുന്നു. ഞാനൊന്നും പറയാത്തത് കൊണ്ട് അവനെന്നെ നന്നായി മുതലെടുക്കുന്നുണ്ടായിരുന്നു. തിരക്കുള്ള സമയത്തൊക്കെ ഇടയ്ക്കെൻ്റെ മാറിലൊക്കെ അവൻ പിടിക്കാറുണ്ട്. പതിയെ പതിയെ ഞാനിതൊക്കെ ആസ്വദിച്ചു തുടങ്ങി. ജോസഫ് ചേട്ടനെങ്ങാട്ടി പറഞ്ഞാൽ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി പച്ചക്ക് ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളൊന്നും പുള്ളി വെറുതെ പാഴാക്കി കളയാറില്ല. ആദ്യമൊക്കെ ജോസഫ് ചേട്ടന് മാത്രമായിരുന്നു സഹിക്കേണ്ടത്. ഇപ്പോൾ അവനും തുടങ്ങി ഓരോ സൂക്കേട്. പക്ഷെ അവനോട് എനിക്ക് വലിയ തീർപ്പൊന്നുമില്ല കേട്ടോ. ജോസഫ് ചേട്ടന് എല്ലാ ദിവസവും കണ്ണിൽ മരുന്നെറ്റിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നെ കൊണ്ടാണ് പുള്ളി ഇത് ചെയ്യിക്കാറ്. പുതിയ വയ്യം വന്നിട്ടും എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. പുള്ളി എന്നെ മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു ദിവസം ഞാൻ മരുന്നൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് ചേട്ടൻ എന്നോട് പറഞ്ഞു, സരിത, എന്നോട് ഡോക്ടർ പറഞ്ഞു നല്ല ചൂട് പാല് കണ്ണിലൊഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണെന്ന്. എന്ത് പാല്? ഞാൻ അറിയാത്ത പോലൊന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എൻ്റെ ഒരു കരിക്കിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഈ പാല്. ഞാൻ പെട്ടെന്നൊന്നും ഞെട്ടിപ്പോയി. ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി. നമ്മുടെ പുതിയ പയ്യൻ ഇതൊക്കെ ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു.
പിന്നീട് അങ്ങോട്ട് അവൻ ഇതും പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കാറുണ്ട്. എനിക്കും കണ്ണിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ കുറെ കളിയാക്കും. അതേടാ, ഉണ്ടാകും. നിന്റെ എല്ലാ സൂക്കേടും ഞാൻ മാറ്റിത്തരുന്നുണ്ട്. ചെറിയ വായിൽ വലിയ അർത്ഥമാണ് ആ ചെക്കൻ പറയുന്നത്. അവനൊരു പുച്ഛത്തോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ പിന്നെ ചേച്ചിയെക്കാളും എനിക്ക് ഇതൊക്കെ നന്നായി അറിയാം. എനിക്ക് പെട്ടെന്ന് ചിരിയാവുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, എന്താ ചെക്ക, ഞാൻ ഒന്ന് പെറ്റതാ. എന്നെക്കാളും നന്നായി നിനക്കിതൊക്കെ എങ്ങനെ അറിയാനാ? എന്താ ചേച്ചി, ചേച്ചി കണ്ടതിനേക്കാൾ വലുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ കിട്ടാൻ വലിയ പണിയൊന്നല്ലല്ലോ. എന്ത് കണ്ടെന്നാണ് നീ പറയുന്നത്? നീയാള് കൊള്ളാറുടെ ചെറുക്ക. എന്ത് കണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ ചേച്ചിയോട് പറയാ? എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോ നീ ഇതൊക്കെ നേരിട്ട് കണ്ടതാണോ ഈ ചെറുപ്രായത്തിൽ തന്നെ? ഇല്ല ചേച്ചി, ഫോണിൽ കണ്ട കാര്യമാ പറഞ്ഞത്. നേരിട്ട് കാണുന്നതൊക്കെ ആഗ്രഹമുണ്ട്. ഓഹോ, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിനക്ക്? അവനിത് കേട്ടതും പെട്ടെന്നൊരു ഭ്രാന്തനെ പോലെയായി എന്റെ മാറിലൊക്കെ പിടിച്ച് കുഴക്കാൻ തുടങ്ങി. എന്താടാ ചെറുക്ക, ആക്രാന്തം കാണിക്കാതെ. വീട്ടിലാരുമില്ലാത്തൊരു സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം. അന്ന് നീ വന്നിട്ടേ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തിട്ട് മാത്രം പോയാൽ മതി. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്നു. മകളാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിനും. വീട്ടിൽ ഞാൻ മാത്രം. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തിട്ട് എന്നോട് ചോദിച്ചു, എന്താ ചേച്ചി വിളിച്ചത്? ഡാ, ഇന്ന് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? വേണമെങ്കിൽ എപ്പോ ഇന്ന് പോരെ. അവരാണെങ്കിൽ ഒടുക്കത്തെ ആക്രാന്തവും. അരമണിക്കൂറിനുള്ളിൽ ഞാൻ എവിടെ എത്തുമെന്നാണ് അവൻ പറഞ്ഞത്. വീട്ടിലായതുകൊണ്ട് നൈറ്റി ആയിരുന്നു എൻ്റെ വേഷം. ഞാൻ പിന്നെ അത് മാറ്റാനൊന്നും പോയില്ല. അങ്ങനെ പറഞ്ഞതിലും നേരത്തെ അവനിങ്ങെത്തി. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, പറയടാ, എന്തൊക്കെയാ നീ കണ്ടത്? എനിക്കും കൂടി അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, കാണിച്ചു തരാം. അവൻ എൻ്റെ കൈ പിടിച്ച് നടു റൂമിലേക്ക് നടന്നു. ഞങ്ങൾ അങ്ങനെ സോഫയിലേക്ക് ഇരുന്നു. എന്നിട്ട് അവൻ ഫോൺ എടുത്തു. എന്തൊക്കെയോ കുറെ പാസ്വേഡൊക്കെ ആക്കി ഏതൊക്കെയോ ഫോൾഡർ തുറന്നു. എന്നിട്ട് നല്ല ക്ലിയറുള്ള മറ്റേ പടങ്ങളില്ലേ, അറിയാലോ, അതൊക്കെ അവൻ എനിക്ക് കാണിച്ചു തന്നു. ഞാനിതൊക്കെ അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത്. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലുള്ള ഒരു കാഴ്ചകളൊന്നും കണ്ടിട്ട്. അവൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഓരോ കലാപരിപാടികൾ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധ വെക്കാതെ ഇതെല്ലാം ലയിച്ചിരുന്നു പോയി. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ കുറെ നേരം സോഫയിൽ തന്നെ ഇരുന്നു. വീഡിയോ കണ്ടുകൊണ്ട് ഞാനും എൻ്റെ മാറിൽ നിന്ന് കൈയെടുക്കാതെ അവനും അവൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ തൊട്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ വരെ സാധിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവനെ വിട്ടത്.